പുതിയ ആളുകളാകുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ പുത്തൻ അനുഭവങ്ങളാണ് ഉണ്ടാവുക. അതിരപ്പള്ളിയിൽ തൊട്ട് പൊള്ളിയ മുഖ്യമന്ത്രി പിണറായി ആയാലും വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായാലും അങ്ങനെ തന്നെ. കടകംപള്ളിക്കാണെങ്കിൽ ആ പ്രശ്നം നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിരപ്പള്ളിയല്ല, മെഗാ പ്രൊജക്റ്റുകളെക്കുറിച്ച് പോലും ആലോചിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. നാട്ടുകാരുടേത് അമ്മാതിരി പ്രതികരണമാണല്ലോ. കറണ്ട് ഇല്ലാത്തതും ഉദ്യോഗസ്ഥരുടെ അലംഭാവവും. കറണ്ടിന്റെ മന്ത്രിയാണല്ലോ, നാട്ടുകാരൊക്കെ കാര്യമായി വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. വൈദ്യുതി എവിടെ ഇല്ലെങ്കിലും മന്ത്രിയെ തന്നെ നേരിട്ട് വിളിക്കുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ 3-4 ദിവസക്കാലമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ മിനിയാന്ന് കണ്ണൂരിലെ കൂത്തുപറമ്പിൽ തെരുവ് വിളക്കുകൾ കത്തിച്ചില്ല. അന്നവിടെ മിനിസ്റ്റർ ശൈലജയ്ക്ക് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പോൾ തെരുവിളക്ക് കത്തിച്ചില്ല എന്നുള്ള കാര്യം ഒരാൾ എന്നെ ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞു. മനഃപൂർവ്വം കത്തിക്കാത്തതാണ് എന്നും കൂടെ അയാൾ കൂട്ടിച്ചേർത്തു. കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞു. വേണ്ടത് ചെയ്യാം എന്ന് ഞാനത് ഉറപ്പ് കൊടുത്തു. ഇന്നലെ അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു. ഇന്നും തെരുവിളക്ക് കത്തിയിട്ടില്ല. നിങ്ങളോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ഇന്ന് അടിയന്തരമായിട്ടും വിളക്ക് കത്തിച്ച് എന്നെ ഈ നമ്പറിൽ തിരിച്ച് വിളിച്ച് പറയണം എന്നും കൂടെ പുള്ളി എന്നോട് പറഞ്ഞു. അപ്പോൾ അതാണ് കേരളത്തിലെ വൈദ്യുതി മന്ത്രി അനുഭവിക്കുന്ന പ്രശ്നമെന്ന് ആമുഖമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. കത്തിച്ചിട്ട് പുള്ളിയോട് വിളിച്ച് കത്തിച്ച വിവരം പറയണമെന്നാണ് പറയുന്നത്. നാട്ടുകാർ വിളിക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങ് ചെയ്തു കൊടുക്കണം. കരണ്ടിന്റെ മന്ത്രിയല്ലേ. എന്തായാലും അതിരപ്പള്ളിക്ക് മേൽ കൈവച്ച് കാര്യമായി പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചറിവും മന്ത്രിക്കുണ്ടായി കഴിഞ്ഞു. ജനത്തിന് വേണ്ടെങ്കിൽ സർക്കാരിന് ഒരു നിർബന്ധ ബുദ്ധിയുമില്ല എന്ന തിരിച്ചറിവ്. അതേസമയം വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ചുള്ള വിചാരവും ഉള്ളിലേറെയുണ്ട്. നമുക്ക് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പരിമിതികൾ യഥാർത്ഥത്തിലുണ്ട്. ആ പരിമിതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് തുറന്ന ചർച്ച നടത്തി നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണല്ലോ, എങ്ങനെയാണ് ജൈവ വൈവിധ്യ മേഖലയിൽ വേണോ അതല്ലാത്ത മേഖലയിലാകാമോ, എവിടെയാകാം, നമുക്ക് തുടങ്ങാം, ആരംഭിക്കാം, ചർച്ച ആരംഭിച്ചിട്ട് നമുക്ക് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് ഒരു കാര്യത്തിലും പിടിവാശിയില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ കൊച്ചു പ്രോജക്റ്റ് 2 മെഗാവാട്ടിൻ്റെ 1.5 മെഗാവാട്ടിൻ്റെ 2 മെഗാവാട്ടിൻ്റെ പ്രോജക്റ്റ് കൊണ്ട് വരുന്നൊരു 50 വർഷക്കാലത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇരുട്ടിലേക്ക് പോകും. ഇപ്പോൾ നമുക്ക് കാണാം, വൈദ്യുതി പുറത്തൊന്നും വിലയ്ക്ക് മേടിച്ച് മാത്രം എത്ര കാലം നമ്മുടെ വൈദ്യുതി രംഗത്തെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിരപ്പള്ളിയിൽ തൊട്ടപ്പോൾ കൈ പൊള്ളിയല്ലേ. വിവാദങ്ങളിൽ പെടാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യവും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ ഒന്നും തന്നെ ഞങ്ങളുടെ ഗവൺമെൻറ് തയ്യാറല്ല. ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ ഞാൻ ഒട്ടും തയ്യാറല്ല. ജനങ്ങളുടെ ഇച്ഛയും ആഗ്രഹവും അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഗവൺമെൻറ് ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത്തരം വിവാദ വ്യവസായത്തിലേർപ്പെട്ട് നമ്മുടെ സമയം പാഴാക്കാനോ ഒന്നും തന്നെ ഞാൻ തയ്യാറില്ല. അതിരപ്പള്ളി അങ്ങനെയാണ് മിനിസ്റ്റർ. തൊട്ടാൽ പൊള്ളും. ജനം ചൂടുകൊണ്ട് വലയുമ്പോൾ നല്ല AC ഇടണം, ആവശ്യത്തിന് കരണ്ട് വേണം, അതിന് വൻകിട പദ്ധതികൾ വേണം എന്നാലോചിക്കുന്നവർ നാട്ടിലുണ്ട്. അതേസമയം നല്ല ചൂടാണ്, കാടും നദിയും വെള്ളച്ചാട്ടവും പരിസ്ഥിതിയാകെയും നശിച്ചില്ലേ, ഇനിയുള്ളത് നിലനിർത്തി പരിഹാരം കാണണം എന്ന് പറയുന്നവരും നാട്ടിലുണ്ട്. മന്ത്രിയും മന്ത്രിയുടെ പാർട്ടിക്കാരും രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിൽ ആയിരിക്കണം എന്നാണ് ഡെമോക്രസിയും ആഗ്രഹിക്കുന്നത്. എന്തായാലും അതിരപ്പള്ളിയിൽ ഒരു ചർച്ചയും പുനർവിചിന്തനവും ഒക്കെ ഉണ്ടാകട്ടെ. അതേസമയം ഒരു കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അതായത് ദേവസ്വം ബോർഡിലെ ഒഴിവുകൾ PSCക്ക് വിടാനുള്ള തീരുമാനം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ദേവസ്വത്തിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഒരു വെള്ളാനയാണോ? അത് യഥാർത്ഥത്തിൽ വെള്ളാനയെന്ന് ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ്. ആകെ വരുന്ന ഏതാനും ചില നിയമനങ്ങൾ നടത്താൻ വേണ്ടി ഇങ്ങനെ വലിയ ഒരു സംവിധാനം ആവശ്യമുണ്ട്. ഒരു ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ചെയർമാൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഏതാനും മെമ്പർമാരടങ്ങുന്ന ഒരു സമിതി. ഇതിൻ്റെ ആവശ്യം എന്താണ്? ഞാനതാ പറഞ്ഞത്, PSCയിൽ 2-3 പേരടങ്ങുന്ന ഒരു സെക്ഷന് കൈകാര്യം ചെയ്യാൻ തന്നെ ഇല്ലാത്തത്ര നിയമനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. പിന്നെ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, സുതാര്യമാണ്. രാജ്യത്തിൽ തൊഴിൽരഹിതരായിട്ടുള്ള യുവതിവാക്കളെ സംബന്ധിച്ചിടത്തോളം അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമില്ലെങ്കിലും മടിശീലയ്ക്ക് കനമില്ലെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത്തരം ജോലി കിട്ടും. അത് മുടക്കാൻ വെള്ളാന പ്രേമികൾ ധാരാളം രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിന് പല ആരോപണങ്ങളും അവർ ഉന്നയിക്കുന്നു. ഉദാഹരണത്തിന് PSC വഴി അമ്പലങ്ങളിൽ അഹിന്ദുക്കളെ ജോലിക്ക് നിയമിക്കും എന്നെല്ലാം പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട്. അഹിന്ദുക്കളെ അതങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതെല്ലാം തന്നെ ആ സ്പെഷ്യൽ റൂൾസിനകത്ത് കൃത്യമായിട്ടും വിശദീകരിക്കുന്നുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ സാധാരണ ഏതെല്ലാം തരത്തിലുള്ള നിയമനങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് PSC നടത്താറുണ്ട്. പട്ടികവർഗത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്.
വിമുക്ത ഭടന്മാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടത്താൻ സാധിക്കും. അതായത് അമ്പലങ്ങളിൽ ഹിന്ദുക്കളെ നിയമിക്കും. അപ്പോഴും സംഘികൾ മറ്റൊരു പ്രചാരണം അഴിച്ചുവിടുന്നു. ദളിതരെ പിടിച്ച് ശാന്തിക്കാരാക്കും തുടങ്ങിയ കാര്യങ്ങൾ. ദളിതരെയും ഇതര മതസ്ഥരെയും ഒന്നും മനുഷ്യരായി കാണാത്തവരാണല്ലോ ഇമാതിരി കൂട്ടർ. പിന്നെ വിശ്വാസമാണ്. അതുകൊണ്ട് ഈ ടൈപ്പ് നമ്പറുകൾ അങ്ങ് ഫലിക്കുകയും ചെയ്യും. ദളിതരെയും ഇതര മതസ്ഥരെയും പിടിച്ച് ശാന്തിക്കാരാക്കുന്ന ഏർപ്പാടാണ് ഇത് എന്ന് കുമ്മനം തന്നെ പറയാതെ പറഞ്ഞിട്ടുമുണ്ട്. ഈ ശാന്തി തുടങ്ങി ദേവസ്വം ബോർഡിലെ ഈ പരമ്പരാഗത അനുഷ്ഠാനപരമായിട്ടുള്ള നിയമനങ്ങളൊക്കെ നടത്തുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പോഴും വിട്ടിട്ടില്ല. ഇവർ രൂപീകരിച്ചതായിട്ടുള്ള പുതിയ ഒരു ബോർഡുണ്ടല്ലോ, ആ ബോർഡിനും വിട്ടിട്ടില്ല. അതെല്ലാം തന്നെ അതിൻ്റെ രീതിക്ക് ഇപ്പോൾ ശബരിമല മേൽശാന്തിയെ നിയമിക്കുന്നതിനൊരു പരമ്പരാഗത സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായമൊന്നും പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്താൻ പറ്റുന്നതല്ല. അതെല്ലാം ശ്രീ സുധാകരൻ മിനിസ്റ്റർ ഈ വകുപ്പ് കൈകാര്യം കാലത്തും പരമ്പരാഗത രീതിയിൽ തന്നെയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാതെ ചില ക്ലറിക്കൽ നിയമനങ്ങൾ, ചില എഞ്ചിനീയറിംഗ്, അതൊക്കെ വളരെ ചെറിയൊരു ഡിവിഷനാണ്. ദേവസ്വം ബോർഡിലെ എഞ്ചിനീയറിംഗ് ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയൊരു ഡിവിഷനാണ്. ക്ലറിക്കൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ കുറച്ച് ആളുകൾ, 100-100 ആളുകളുണ്ട്. പിന്നെ ഓരോ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലും 1-2 പേരൊക്കെ ഉള്ളത്. അത്തരം നിയമനങ്ങളാണ് പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടുകൊണ്ട് ഗവൺമെൻറ് നേരത്തെ തീരുമാനമെടുത്തതും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കിയത്. PSC വഴി നിയമനം നടത്തി ഉദ്യോഗാർത്ഥികൾക്കൊരു വഴി തെളിയിക്കുകയും അഴിമതി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കണം. അല്ലാതെ മതവും ജാതിയും പറഞ്ഞ് ക്രമക്കേടിൻ്റെ വഴി നിലനിർത്താൻ നോക്കുന്നവരെ എന്താണ് വിളിക്കുക? അമ്മാതിരി സംഖ്യത്തരത്തിന് കുമ്മനമെന്നോ ചെന്നിത്തലയെന്നോ വ്യത്യാസം കാണുന്നില്ല. എല്ലാ നിയമനങ്ങളും PSCക്ക് വിടുന്ന നല്ല കാലം വരുമെന്ന പ്രതീക്ഷയോടെ ഒരു ഇടവേള കൂടി. അത് കഴിഞ്ഞ് ബിജിമോളുടെ സങ്കടം. നാളെ ഒരു സ്ത്രീ പൊതുപ്രവർത്തന രംഗത്ത് വന്നാൽ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയോഗങ്ങൾ നടത്തുന്നത് ഇത്തരത്തിൽ ഡിമോറലൈസ് ചെയ്യുക. അവൾ കൊള്ളത്തില്ലെന്ന് പറയുക. അവൾ രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു, എവിടെ വരുന്നതാ എവിടെ പോകുന്നതാ എന്നറിയില്ല.